ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അതായത് ഹാമർ ഡ്രില്ലാണ് ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ പെട്ടെന്ന് വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണും ക്ലിക്ക് ചെയ്യും. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം, അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിട്ടുള്ള പെട്ടി നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്കിവിടെ പവർടെക്സ് എഴുതിയിട്ടുണ്ട്. ഒരു അവരുടെ ലോഗോ ആയിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കട്ടി തുറക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഗൈഡ്, വാറൻറ്റി കാർഡും ഗൈഡും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാറൻറ്റി കാർഡും ഗൈഡും. ഇതാണ് വാറൻറ്റി കാർഡും ഗൈഡും. നമുക്ക് ഒരു കവറിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അവരുടെ എംബ്ലം കൊടുത്തിട്ടുണ്ട്. പവർടെക്സ് ക്വാളിറ്റി പവർ ടൂൾസ് റോട്ടറി ഹാമർ. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് PPT RH-E. അതായത് 220 ആണ് മോഡൽ. 226 അല്ല, 220 ആണ് മോഡൽ. നമുക്ക് മെഷീൻ കാണാം. നമുക്ക് ഇനി ഇതിൽ കിട്ടാനുള്ളത് 2 ഗ്ലൗസും കിട്ടുന്നുണ്ട്. ഇവിടെ പവർടെക്സിൻ്റെ അവരുടെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതും ഇതാണ് നമ്മുടെ മെഷീൻ. ഇവിടെ നമുക്ക് പവർടെക്സ് ഇത് എഴുതിയിട്ടുണ്ട്. ക്വാളിറ്റി പവർ ടൂൾസ് PPT ഇതാണ് ഒറിജിനലിൻ്റെ എംബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. നമ്മൾ മെഷീൻ ഓണാക്കാൻ പോവാണ്. ഇനി ഞാൻ തിരിച്ചിട്ടാൽ സ്മൂത്തായിട്ട് മറ്റേ ഹാമറിങ് ഇല്ലാതെ നമുക്ക് ചുമര് മാത്രം തുളക്കാൻ വേണ്ടിയിട്ട് ഇത് നോക്കിയാൽ മതി. അതായത് ഇത് തിരിച്ചിട്ട് ഇത് ഹാമറിങ് മോഡലാണ്. ഇനി നമുക്ക് ഹാമറിങ് മോഡ് ഇല്ലാതെ ആക്കണം എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചിടുക. ഓക്കെ ഓക്കെ നമുക്ക് ഇതിനൊപ്പം ഒരു സ്കെയിൽ റോളും കൂടി ഇതിനൊപ്പം കിട്ടുന്നുണ്ട്. സാധാരണ എല്ലാ മെഷീനും കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് മാർക്കറ്റിൽ നിലവിൽ കിട്ടാനുള്ള ഒരു മെഷീനാണിത്. അതായത് ഏറ്റവും വില കുറഞ്ഞതിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഈ സാധനം. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ ഞാൻ ചെയ്യാൻ പറയുന്നു, ഒന്ന് ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോ അൺബോക്സിങ് വീഡിയോ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. കട്ട്.